Welcome to Multi-Trades. ഇത് പാർട്ട് 5 ഓഫ് ഇൻഡെക്സ് ലോസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർത്ത് ഇൻഡെക്സ് ലോ. അതിന് പറയുന്ന ഒരു പേരാവുന്നൂടെ റേസിംഗ് എ പവർ ടു അനദർ പവർ. നമ്മൾ പവർ എന്താണെന്ന് പഠിച്ചു, ഇൻഡെക്സ് എന്താണെന്ന് പഠിച്ചു. സോ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പവറിൻ്റെ മുകളിൽ വേറൊരു പവറോടുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന്. When raising a power to another power, the indices are multiplied. ഇവിടെ ഒരു ബേസിക് ആയിട്ട് തന്നിട്ട് എ ടു ദ പവർ ഓഫ് എൻ എം ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു എൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് പവേഴ്സാണ്. എ പവർ ടു അനദർ പവർ, രണ്ട് പവേഴ്സ് ഉണ്ട്. ഈ രണ്ട് പവേഴ്സ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയും ഇങ്ങനെ ബ്രാക്കറ്റിൽ വരുവാണെങ്കിൽ ഈച്ച് നമ്പർ വേരിയബിളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ഫിഫ്ത്ത് ഇൻഡെക്സ് ലോ എന്നും പറയാറുണ്ട്. ഇനി ഡിവിഷൻ ആണല്ലോ, ഏതൊക്കെ വെളിയിൽ നമ്പർ തന്നിട്ടുണ്ടോ അത് ഈച്ച് വണ്ണുമായിട്ട് ഇൻസൈഡിലുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് സിക്സ്ത് ഇൻഡെക്സ് ലോ എന്ന് പറയും. നമുക്കിനി കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ഇച്ചിലൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത് ഫോർത്ത് ഇൻഡെക്സ് ലോ ആണ്, റേസിംഗ് എ പവർ ടു അനദർ പവർ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇത് റൈറ്റ് ഇൻ ഇൻഡെക്സ് ഫോം എന്നേ പറയുന്നുള്ളൂ. 6 ടു ദ പവർ ഓഫ് 8 അത് ബ്രാക്കറ്റ് ടു ദ പവർ ഓഫ് 10. അപ്പോൾ നമ്മൾ എന്നാ പഠിച്ചത്, ഇൻഡിസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 8 into 10 is 80. സോ ദാറ്റ്സ് ദി ആൻസർ. അടുത്ത ചോദ്യം 13 into 17 ക്യൂബ് ടു ദ പവർ ഓഫ് 5. ഇതെങ്ങനെ ചെയ്യേണ്ടത്, 13ൻ്റെ മുകളിലൊരു 5 എഴുതുക, ഇൻറ്റു 17, 3 into 5 is 15. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറയുവാണെങ്കിൽ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വലിയ നമ്പേഴ്സ് സാധാരണ അവർ തരാറില്ല. പിന്നെ കാൽക്കുലേറ്ററിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അടുത്ത ചോദ്യം 7e5 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ Q4 ഹോൾ റേസ് ടു ബ്രാക്കറ്റ് 2 ഉണ്ട്. ഇപ്പം നമുക്ക് ഓരോന്നും ചെയ്യാം. ആദ്യം 7 സ്ക്വയർ എഴുതുക, കാരണം ഈ നമ്പർ 7ഉമായിട്ട് 1 ഒരു മുകളിൽ നമ്പർ അല്ലേ, ദാറ്റ്സ് 1 into 2. പിന്നെ ഈ 5 into 2 is 10, 2 into 2 is 4, 4 into 2 is 8. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറയുവാണെങ്കിൽ മാത്രം നമ്മൾ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 into 7, അപ്പോൾ 49. പിന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി, കാരണം ഇതെല്ലാം വേറെ വേറെ വേരിയബിൾസാണ് അല്ലേ, സെയിം ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്നും തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ചോദ്യം നോക്കാം. P 4 into 2 is 8 into Q 3 into 2 is 6. രണ്ടും ഡിഫറെൻറ്റ് വേരിയബിളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം ബേസ് 2 ആണ്, അതിനൊരു 3 പവറുണ്ട്, പിന്നെ അതിൻ്റെ ഒരു പവറുണ്ട്. സോ 3 into 4 is 12 into 4 into 2 is 8. ഇവിടെ നമുക്ക് കാണാം ഇത് ഫർദറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം എന്താ, ബേസസ് ആർ ദ സെയിം. വെൻ ബേസ് ആർ ദ സെയിം ആൻഡ് വെൻ ഇറ്റ് ഈസ് ടൈംസ്, വാട്ട് ഡു യു ഡു വിത്ത് ദി പവേഴ്സ്? എന്താ ചെയ്യേണ്ടത്, വി നീഡ് ടു ആഡ് ദം. സോ പവേഴ്സ് സെയിം ആണ്, മൾട്ടിപ്ലിക്കേഷനാണ് പ്രോസസ്സ് പറയുന്നെങ്കിൽ യു ആഡ് 12 plus 8. സോ ആൻസർ ഈസ് 2 to the power of 20. ഇനി അടുത്തത് ആദ്യം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ 2 ക്യൂബ് d 7 into 3 is 21 into 3 ക്യൂബ് into d to the power of 6. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര, 2 ക്യൂബ് is 2 into 2 into 2. So 2 into 2 into 2 is 8 അല്ലേ. പിന്നെ ഈ 3 ഒന്ന് നോക്കാം, 3 into 3 into 3. 3 into 3 is 9, 9 into 3 is 27. So 8 into 10, 27 എന്താണെന്ന് കണ്ടുപിടിക്കാം. 216 എന്ന് കിട്ടി.
ഇനി നമ്മൾ എന്നാ ചെയ്യണ്ടേ? ബാക്കിയുള്ള 21 + 6, കാരണം ഇവിടെ ടൈംസ് ആണല്ലേ. അപ്പോൾ 216 D21 + 6. മനസ്സിലാവുന്നുണ്ട് എന്താ പ്ലസ് ചെയ്യുന്നതെന്ന്? ബിക്കോസ് ദ ബേസസ് ആർ ദ സെയിം. രണ്ടിടത്തും ഡി ആ. ഇപ്പം ഡിക്ക് ഒരു എഫ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ 216 D21 + 6 ഈസ് 27. അടുത്ത ചോദ്യം 3B4. ഇവിടെ ഒരു ഡിവിഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ നമുക്കൊന്ന് ചെയ്യാം. സോ 3² B8 D6. 3² എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 × 3 is 9. B8 ഡിവൈഡഡ് ബൈ D6. എന്തുകൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം? ബേസസ് ആർ ഡിഫറെൻറ്റ്. ബേസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഫർദർ പ്രോസസ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും ഓർത്തോണം. എപ്പോഴും നോക്കേണ്ടത് ബേസ് സെയിം ആണോ അല്ലയോ. ബേസ് സെയിം ആണ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം. ബേസ് സെയിം ആ ഡിവിഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അത് ഓർത്താൽ മതി. അടുത്തത് 5³ Y21 3³ Z 13 × 3. 13 × 3 is 39. 5³ 3³ എത്രയെന്ന് നോക്കാം. 5 × 5 × 5. വാട്ട് ഈസ് 5 × 5? 25. 25 × 5 is 125 ഡിവൈഡഡ് ബൈ 3 × 3 9. 9 × 3 is 27. ഇവിടെ മുകളിൽ Y ആണ് തന്നിരിക്കുന്നത്, താഴെ Z ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദി ബേസസ് ആർ ഡിഫറെൻറ്റ്. ഞാനിത് പലവട്ടം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് പരീക്ഷയുടെ സമയത്ത് ഒത്തിരി കൺഫ്യൂസ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇൻഡെക്സ് ലോസ്. കാരണം ബേസസ് അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, അവർ തമ്മിൽ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് സ്ട്രെസ് ചെയ്യുന്നത്. ബേസസ് എപ്പോഴും നോക്കിക്കണം. അത് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് അതിനെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസ് ഡിഫറെൻ്റ് ആണ്, ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദർ ആർ 2 more questions. Let's do this. So W12 divided by W2. നമ്മൾ പഠിച്ചത് ബേസ് ആർ ദേ സെയിം, bases are the same. So what do we need to do? 12 - 2 is W⁻10. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു കാര്യം ചെയ്യണം, ഇച്ചിരി കോംപ്ലക്സ് ആൻഡ് ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയെടുക്കുക, എന്നിട്ട് ഗീവ് ദിസ് എ ഗോ. ഓക്കെ, മീൻ ടൈം ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ 3² ആണ് ആദ്യം ചെയ്യേണ്ടത്. 3² ഈസ് 3 × 3 9 P6 × 4P7. നമുക്ക് ബ്രാക്കറ്റ് ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ 2 വെളിയിൽ തന്നിരിക്കുന്നു, P12. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ 2 എത്ര വട്ടം 4ൽ പോവും? 2 times. വേറെ നമ്പേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. സോ വാട്ട് ഇസ് ആൻസർ? 9 × 2 is 18. ഇനി ബേസസ് ഇവിടെ 3 ബേസും സെയിമാണ്. അപ്പം നമുക്ക് മുകളിലത്തെ ബേസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? P6ഉം P7 കൂടെ വന്നാൽ എന്നാ ചെയ്യണം? 6 + 7 ഡിവൈഡഡ് ബൈ P12. വാട്ട് ഈസ് 6 + 7? 6 + 6 is 12. 12 + 1 is 13 ഡിവൈഡഡ് ബൈ P12. അടുത്തത് നമ്മൾ എന്നാ ചെയ്യേണ്ടത്? 18 P13 - 12 that's equal to 18P. That's your answer. 13 നിന്ന് 12 പോയ 1 ആണ്. സോ P⁻1 is P. സോ 18P എന്ന് ആൻസർ വന്നു. ഈ 4th ഇൻഡെക്സിലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പവർ വിത്ത് അനദർ പവർ ആണെങ്കിൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പറിലാണെങ്കിൽ മാത്രം നോക്കിക്കോണം. ഇവിടെ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് 7² 7 × 7 ചെയ്യുന്നത് കേട്ടോ, 49. പക്ഷേ ബാക്കിയെല്ലാം എങ്ങനെ ചെയ്യുന്നത്? 5 × 2 10, 2 × 2 4, 4 × 2 8. അപ്പം വേരിയബിൾസുമായിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ടൈംസ് ചെയ്യുക. നമ്പേഴ്സ് ആണെങ്കിൽ അത് സ്ക്വയർ ചെയ്തോണം. അല്ലെങ്കിൽ അത് ഇപ്പോൾ 8⁻3 എന്ന് വരുവാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? 8 × 8 × 8 ചെയ്തോണം. ഓക്കെ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഈ ഇൻഡെക്സിലോ അത്ര ഹാർഡല്ല, പക്ഷെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യണം.
ഓക്കെ, ബേസ് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം ബേസ് സെയിം ആണോ. ബേസ് സെയിം ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ബേസ് സെയിം ആണ് ഡിവിഷൻ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ബേസിൻ്റെ മുകളിൽ ഒരു 0 ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് ഈക്വൽ ടു 1. ഫോർത്ത് ഇൻഡെക്സ് ലോ പറയുന്ന റേസിങ് എ പവർ ടു അനദർ പവർ, ഇൻഡിസസ് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ്. ഓക്കെ, I hope you understood this lesson. Please comment below if you like our videos, and we really value your feedback. So thank you once again. Please support us by subscribing to our channel. Bye bye.